നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് CSB ബാങ്കിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. കേരളത്തിൽ നിരവധി ഒഴിവുകളുണ്ട്. ഓൺലൈൻ വഴി ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാം. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ നമുക്ക് പരിശോധിക്കാം. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങളാണ് നിലവിൽ CSB ബാങ്കിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിന്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് CSB ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഏറ്റവും മുകളിൽ കരിയേഴ്സ് എന്നൊരു ലിങ്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഈ കാണുന്ന കരിയേഴ്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കാവുന്നതാണ്. ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. CSB ബാങ്ക് ഒരിക്കലും നിങ്ങളിൽ നിന്നും പണം ആവശ്യപ്പെട്ടുകൊണ്ട് റിക്രൂട്ട്മെന്റ് നടത്തില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് ആണിത്. ഇത് വായിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ പ്രൊസീഡ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിൽ സൈൻ ഇൻ അതുപോലെ തന്നെ രജിസ്റ്റർ എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇതുവരെയും CSB ബാങ്കിന്റെ കരിയർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ഈ കാണുന്ന രജിസ്റ്റർ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ആ ഒരു പാസ്വേഡ് ഒരിക്കൽ കൂടി നൽകി കൺഫേം പാസ്വേഡ് ചെയ്തതിനു ശേഷം സൈൻ അപ്പ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് CSB ബാങ്കിന്റെ ഈ ഒരു കരിയർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്യുക. എന്നതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുക. അപ്പോൾ എന്തായാലും CSB ബാങ്കിന്റെ ഈ ഒരു കരിയർ പേജിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇപ്പോൾ തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേജിൽ നിന്നും രജിസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ആയതിനെ കംപ്ലീറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കാര്യമാണ്. ഇതാണ് CSB ബാങ്കിന്റെ ഇൻഡീഡ് വെബ്സൈറ്റിലുള്ള ഒഫീഷ്യൽ പേജ് ആയിട്ട് വരുന്നത്. ഇൻഡീഡിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്കും ഇതിൽ കാണുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ നേരത്തെ കണ്ട ആ ഒരു കരിയർ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പക്ഷേ ഒഴിവുകൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഇവരുടെ ഈ ഒരു ഇൻഡീഡ് പേജിലാണ്. അപ്പോൾ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു പേജിൽ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ജോബ്സ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്കിവിടെ നിരവധി ഒഴിവുകൾ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. പിന്നീട് കേരളത്തിലുള്ള ഒഴിവുകൾ മാത്രം നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ സിറ്റി ഓർ സ്റ്റേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം കേരള എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കേരള എന്ന ഓപ്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. തുടർന്ന് ഫൈൻഡ് ജോബ്സ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജ് ഒന്ന് റിഫ്രഷ് ആവുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു പേജിൽ വന്ന് നിങ്ങൾ ഇത്തരത്തിൽ സെർച്ച് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കേരളത്തിലുള്ള ഒഴിവുകൾ നമുക്കിവിടെ ലിസ്റ്റ് ബൈ ലിസ്റ്റ് ആയിട്ട് നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. അതിൽ ആദ്യത്തെ നമുക്കിവിടെ കാണാം. ഇതിൽ നിന്ന് നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒഴിവുകളാണ് പരിശോധിക്കേണ്ടത്. ഇവിടെ ഓർഡറിലൊന്നുമല്ല കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഒഴിവുകളും ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. 124 ജോബ്സ് നിയർ കേരള എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേജിലുള്ള ഒഴിവുകളെല്ലാം ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കുക. എങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് ആണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. നമുക്കിവിടെ കാണാം ഇത് 1 day ago എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കഴിഞ്ഞ ദിവസം വന്ന നോട്ടിഫിക്കേഷൻ ആണ്. കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ പോസ്റ്റ് ആണിത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. എവിടെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. 1 to 4 year എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഓഫീസർ പോസ്റ്റിലേക്ക് ആവശ്യപ്പെടുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ എന്തായാലും 1 മുതൽ 4 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് 1 മുതൽ 4 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വന്ന് നമുക്ക് രണ്ടാമതായിട്ട് തന്നെ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് എന്നൊരു ഓപ്ഷൻ കൂടി കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പറയുന്ന ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി തന്നെയാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഫെബ്രുവരി 4-നാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും ഇവിടെ നൽകിയിട്ട് ഫെബ്രുവരി 18-ആണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി. അപ്പോൾ അതിന് മുൻപ് തന്നെ അപേക്ഷിക്കുക. 0 to 7 years ആണ് എക്സ്പീരിയൻസ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഈ പറയുന്ന പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. തൃശ്ശൂരാണ് ഈ പറയുന്ന ഒഴിവുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വീണ്ടും കുറച്ചൊന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് വീണ്ടും നിരവധി ഒഴിവുകൾ ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം 30+ days ago വന്ന നോട്ടിഫിക്കേഷൻസ് ആണ്. നമുക്ക് കുറച്ചുകൂടി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ
ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മറ്റ് നോട്ടിഫിക്കേഷൻസ് കാണുവാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഇവിടെ കാണാം ഗോൾഡ് ലോൺ ഓഫീസർ, ഇത് മലപ്പുറത്തുള്ള ഒഴിവാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം 2 മുതൽ 12 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഡിഗ്രി തന്നെയാണ് ഈ പറയുന്ന പോസ്റ്റിലേക്കും ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത. പിന്നീട് വീണ്ടും നമുക്ക് കുറച്ചുകൂടി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 3 hours ago നമുക്ക് ഇവിടെ കാണാം ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഗോൾഡ് ലോൺ, ഇത് കാലിക്കറ്റ് ഉള്ള ഒഴിവാണ്. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ കാണാം ഇത് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയുന്ന ഒഴിവുകളാണ്. 0 to 10 year എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. ഇനി വീണ്ടും താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് നമുക്ക് മറ്റു ഒഴിവുകൾ കൂടി കാണാം. ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഗോൾഡ് ലോൺ തൃശ്ശൂരിൽ നമുക്ക് ഈ ഒരു ഒഴിവ് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിലേക്ക് 1 മുതൽ 10 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം എന്നാണ് ഇവിടെ പറയുന്നത്. 8 ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് ജില്ലയിലുള്ള ഗോൾഡ് ലോൺ ഓഫീസർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണാം. 2 മുതൽ 12 വർഷം വരെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പോസ്റ്റിൽ ചോദിക്കുന്നത്. 2 വർഷം മുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നീട് കോട്ടയത്തെ ബ്രാഞ്ച് ഓപ്പറേഷൻസ് മാനേജർ 7 ദിവസങ്ങൾക്ക് മുൻപ് വന്ന നോട്ടിഫിക്കേഷൻ ആണ്. ഇത്തരത്തിൽ നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് ഈ പറയുന്ന ലെഫ്റ്റ് സൈഡിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുക. ചില പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്, ചില പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ചോദിക്കുന്നില്ല. അപ്പോൾ എന്തായാലും എല്ലാ നോട്ടിഫിക്കേഷൻസും ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഓരോ പോസ്റ്റുകളും ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് പറയുന്ന പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ അപ്ലൈ ഓൺ കമ്പനി സൈറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ CSB ബാങ്കിന്റെ ഒഫീഷ്യൽ കരിയർ പേജിലേക്ക് ആയിരിക്കും പോകുക. കരിയർ പേജിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് ചെയ്തിരിക്കും നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിലേക്ക് ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം, എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റാണിത്. ഇത്തരത്തിൽ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്ന ആ ഒരു പോസ്റ്റ് ഇത്തരത്തിൽ സെലക്ട് ചെയ്യുക. തുടർന്ന് അവിടെ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ഓൺ കമ്പനി സൈറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പേജിലേക്ക് എത്തും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അപ്ലൈ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലോഗിൻ ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് CSB ബാങ്കിന്റെ കരിയർ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള കാര്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങളുടെ ഇമെയിൽ ID പാസ്വേഡ് ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഈ കാണുന്ന ഒഴിവിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഞാൻ CSB ബാങ്കിന്റെ ഒഫീഷ്യൽ കരിയർ പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അതുപോലെ തന്നെ CSB ബാങ്കിന്റെ ജോബ്സ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഇന്ത്യയുടെ വെബ്സൈറ്റിൽ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇന്ത്യയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഒഴിവുകളിലേക്ക് ഇത്തരത്തിൽ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഒരു പേജിന്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. ഇവിടേക്ക് വരിക. ഈ ഒരു പേജിൽ വന്ന് ഞാൻ ജോബ്സ് ആൻഡ് സെക്ഷൻ സെലക്ട് ചെയ്യുക. തുടർന്ന് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ കേരള എന്ന് ടൈപ്പ് ചെയ്ത് ഫൈൻഡ് ജോബ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിലുള്ള ഒഴിവുകൾ നമുക്ക് ഇത്തരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. അത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻസ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ടത്. ഈസി ആയിട്ട് തന്നെ അപേക്ഷിക്കാൻ CSB ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പറയുന്ന 2 വെബ്സൈറ്റുകൾ CSB ബാങ്കിന്റെ കരിയർ പേജിന്റെയും ഈ ഒരു പേജിന്റെയും ഡയറക്റ്റ് ലിങ്കുകൾ ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കി താല്പര്യമുള്ള യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല ഈ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. മിക്കവാറും പോസ്റ്റുകളിലേക്ക് ഡിഗ്രി തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത. ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഒഴിവുകൾ ഈ ഒരു പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റുകളിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.